അപ്പോൾ ഞാനിവിടെ 16 പാനൽ സ്കേർട്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് 16 പാനൽ സ്കേർട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് അതിനാദ്യം വേണ്ട മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ആണ്. വേസ്റ്റ്, എൻ്റെ വേസ്റ്റ് ഇവിടെ 32 എണ്ണം. അതായത് നിങ്ങൾ എവിടെ വെച്ചാണോ സ്കേർട്ട് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ലെങ്ത് ആണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് ആയിട്ട്. ഇപ്പൊ പൊക്കിളിന് നേരെ ആണെങ്കിൽ അവിടെ, അതിന് മുകളിലാണെങ്കിൽ അങ്ങനെ, അതിന് താഴെയാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഏത് റൗണ്ടാണ് എവിടെയാണ് നിങ്ങൾ സ്കേർട്ട് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ റൗണ്ടാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നല്ല കറക്റ്റ് ആയിട്ട് എടുക്കുക. ലൂസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെന്നാണെങ്കിൽ കറക്റ്റ് ഫിറ്റിൽ നമ്മൾ സ്കേർട്ട് ടൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക, മെഷർമെന്റ്സ് അങ്ങനെ എടുക്കുക. ഓക്കെ, വേസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് ലെങ്ത് ആണ്. ലെങ്ത്, നമ്മുടെ ലെങ്ത് എത്രയാണ്? സ്കേർട്ടിന്റെ ലെങ്ത് ഫുൾ ലെങ്ത്, ഫ്ലോർ ലെങ്ത് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ എനിക്കിവിടെ 38 ആണ് എൻ്റെ ലെങ്ത് വരുന്നത്. അപ്പൊ ഞാൻ അത് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയർ. നമ്മുടെ സ്കേർട്ടിന് എന്തോരം ഫ്ലെയർ വേണം? ഫ്ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്, ഇങ്ങനെയാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇങ്ങനെ. ഇവിടുത്താണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്, ഇതാണ് നമ്മുടെ ഫ്ലെയർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഫ്ലെയർ അത് നമ്മൾ നോക്കുക. എത്രയാണ് നമുക്ക് ഫ്ലെയർ വേണ്ടത്, നമ്മളുടെ ഇഷ്ടത്തിനാണ് ഫ്ലെയർ എടുക്കേണ്ടത്. ഇപ്പൊ എൻ്റെ കയ്യിൽ 5 മീറ്റർ ക്ലോത്ത് ആണ് ഉള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഫ്ലെയർ ആകുമ്പോൾ ഞാനൊരു 4 മീറ്റർ ഫ്ലെയർ, എനിക്കിപ്പോ ഒരു 5 മീറ്റർ ഫ്ലെയർ ആണ് വേണ്ടത്. ഞാനിപ്പോ ഫ്ലെയർ 5 മീറ്റർ ആണ് എനിക്ക് ഫ്ലെയർ വേണ്ടത്. തുണിയുടെ കാൽക്കുലേഷൻ അല്ല, ഈ ഫ്ലെയർ എനിക്ക് 5 മീറ്ററിൽ കിട്ടണം. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്ലിയർ ആയില്ല? നിങ്ങൾക്ക് 5 മീറ്റർ അല്ല, 8 മീറ്റർ, 10 മീറ്റർ, 12 മീറ്റർ എത്ര വേണമെങ്കിലും എടുക്കാം ഫ്ലെയർ. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് വേണം നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ശ്രദ്ധിച്ചോക്കണേ. ഇനി വരുന്ന നമുക്ക് ഈ ഒരു പാനല് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ഒരു പാനൽ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 16 പാനൽ, നമ്മുടെ 16 പാനലിന്റെ സ്കേർട്ട്. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു പാനൽ എന്ന് പറയുന്നത്. ഇതൊക്കെ വർക്കാണ്. ഓക്കെ, ഇത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിന്റെ വരുന്ന ഒരു ഭാഗം, അതായത് ഈ ഭാഗത്തിന്റെ ഈ ഒരു പീസാണ് നമ്മളിപ്പോ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പീസ് ഇങ്ങോട്ടേക്ക് എടുത്ത് വരച്ചേക്കാണ്. ഇത് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. ഇത് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. ഇത് നമ്മുടെ താഴത്തെ ഫ്ലെയറിന്റെ ഒരു പോർഷൻ, അതായത് ഒരു പാനലിന്റെ. ഇത് നമ്മുടെ ലെങ്ത്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഈ ഫ്ലെയറിന്റെ ഒരു പാനൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴെ എത്ര ഫ്ലെയർ വേണ്ടി വരും എന്നാണ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേറ്റ് നമ്മൾ 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ ഈക്വൽസ് ടു 39 ഇഞ്ച്. അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 100 സെന്റിമീറ്റർ ആണ്, 39 ഇഞ്ചും ആണ്. ഇത് ഈക്വൽ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് കണ്ടുപിടിക്കാം, രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. എളുപ്പത്തിൽ 2 രീതിയിൽ കണ്ടുപിടിക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. 39 ഇഞ്ച് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. മൂന്നും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ താഴത്തെ ഫ്ലെയർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ്. നമ്മുടെ ഫ്ലെയർ എത്രയാണോ നമ്മുടെ ഫ്ലെയർ, ഞാനിപ്പോ ഫ്ലെയർ എടുത്തേക്കുന്നത് 5 ആണ്. 5 മീറ്ററിലാണ് എനിക്ക് ഫ്ലെയർ വേണ്ടത്. നമ്മുടെ പാനൽ എത്രയാണ്? പാനൽ എന്ന് പറയുന്നത് 16 അല്ലേ? അപ്പോ ഈ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ 5 മീറ്റർ എന്ന് പറയുന്നത് 500 സെന്റിമീറ്റർ ആണ്. അപ്പൊ 500 ഡിവൈഡഡ് ബൈ 16. 500 ഡിവൈഡഡ് ബൈ 16 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 500 ഡിവൈഡ് ബൈ 16. അത് ഞാൻ വീഡിയോ ഓഫായി പോയിട്ടാ. 500 ഡിവൈഡ് ബൈ നമ്മൾ 16 ചെയ്തു. അത് 500 എന്ന് പറയുന്ന 5, നമ്മൾ ഫ്ലെയർ എത്രയാണോ അതിന്റെ കൂടെ നമ്മൾ സെന്റിമീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ 5 മീറ്റർ എന്ന് പറയുന്നത് 500 സെന്റിമീറ്റർ. 500 ഡിവൈഡഡ് ബൈ 16 എന്ന് പറയുന്നത് നമ്മുടെ പാനലാണ്. ഓക്കെ, നമ്മുടെ പാനലാണ് 16 എന്ന് പറയുന്നത്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ
31.25 സെന്റിമീറ്റർ ആണ് എനിക്ക് കിട്ടിയത്. അതിന് നമ്മൾ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ടേപ്പ് എടുക്കുക. അതിനകത്ത് 31.25 ആണ്, 31.25. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ വരുന്നത് 12 ഇഞ്ചാണ്. കണ്ടോ, 12 ആണ് നേരെ വരുന്നത്. അപ്പൊ നമുക്ക് 12.25 സെന്റിമീറ്റർ അങ്ങനെ എഴുതാം. അല്ലെന്നാണെങ്കിൽ സെക്കൻഡ് മെത്തേഡ് ഇതേപോലെ തന്നെ നമ്മുടെ ഫ്ലെയർ എത്രയാണോ, ഫ്ലെയർ ഞാനിവിടെ 5 മീറ്റർ ആണ് ഫ്ലെയർ എനിക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത് 39 ഇഞ്ച് അല്ലേ, 39 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് 195 ഇഞ്ച് കിട്ടി. ഡിവൈഡ് ബൈ 16 പാനൽ, 16 എന്ന് പറഞ്ഞാൽ നമ്മുടെ പാനലാണ്. അത് വെച്ച് ചെയ്യുമ്പോഴേക്കും ഈ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 12.18, ഒരു 1/2 ഇഞ്ചിന്റെ വ്യത്യാസമാണ് വരുന്നത്. അത് നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫ്ലെയർ എത്ര വരുന്നത് 12.25 വരും. പ്ലസ് ഒരു 1 ഇഞ്ച്. 1 ഇഞ്ച് എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു സീം അലവൻസ് ഒരു 1/2 ഇഞ്ച്, ഇവിടത്തെ സീം ഒരു 1/2 ഇഞ്ച്. 1/2 ഇഞ്ച് ഇല്ലെങ്കിലും ഒരു 1/4 വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പങ്ങൾ നിങ്ങൾ കൊടുക്കുക. 1/4 ഇഞ്ച് തയ്യൽ തുമ്പെങ്കിലും വേണം. ഓക്കെ, 1/2 ഇഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും വരെ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. വേസ്റ്റ് റൗണ്ട് എനിക്ക് എന്റെ വേസ്റ്റ് എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വേസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 32 ഡിവൈഡഡ് ബൈ 16. 16 എന്ന് പറയുന്നത് നമ്മുടെ പാനൽ. ഓക്കെ, 32 ഡിവൈഡഡ് ബൈ 16 ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കാം. 32 ഡിവൈഡഡ് ബൈ 16, 2. ഓക്കെ, 2 വെച്ചിട്ടാണ്. അതായത് എനിക്ക് ഇവിടെ വരുന്ന നമ്മൾ 2 ഇഞ്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. 2 മാത്രമല്ല, പ്ലസ് ഒരു 1/2 ഇഞ്ച്, ഇവിടുത്തെ ഈ 1/2 ഇഞ്ച് വരും, ഇവിടുത്തെ ഒരു 1/2 ഇഞ്ചും കൂടെ വരുന്നിട്ട് 3 ഇഞ്ചിലാണ് നമ്മൾ ഇത് ഇവിടെ കട്ട് ചെയ്യേണ്ടത്. മേളിൽ 3 ഇഞ്ചും താഴെ 12.25 അല്ല 13.25 സീം അലവൻസ് എല്ലാം കൂടെ കൂട്ടി അങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു അല്ലേ? താഴെ നമുക്ക് 13.25, അതായത് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 13.25 വേണം. വേസ്റ്റ് റൗണ്ട് നമുക്ക് 2 വെച്ചിട്ട് 16 പാനലാണ് വേണ്ടത്. 16 പാനലിൽ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ 16 പാനൽ വേണം. ഇങ്ങനെ 16 എണ്ണം വേണം. അതിനിവിടെ 2 പ്ലസ് 1 ഇഞ്ച് വെച്ചിട്ട് 1 ഇഞ്ച് നമ്മുടെ സീം അലവൻസും കൂടെ വരുമല്ലോ, അതും കൂടെ കൂട്ടിയിട്ട് 3 ഇഞ്ചിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ എത്രയാണോ നമ്മളുടെ ശരിക്കുള്ള ലെങ്ത്. എന്റെ ലെങ്ത് ഇവിടെ വരുന്നത് 38 ആണ് ഫുൾ ലെങ്ത്. ഇവിടുന്ന്, അതായത് സ്കേർട്ടിന്റെ നമുക്ക് ഇങ്ങനെയാണ് സ്കേർട്ട്. ഓക്കെ, ഇവിടെ ഒരു നമ്മുടെ സ്കേർട്ട് വരുന്നത്. അതില് നമ്മുടെ ഇവിടെ വരുന്ന ഈ പട്ടയുണ്ട്, ഇതൊരു 2 ഇഞ്ചിൽ വരുന്ന പട്ടയാണ്. നമുക്കിത് 2 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, 2 3 എത്രയാണോ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇവിടുത്തെ ഈ പട്ടയുടെ വീതി നമുക്ക് എടുക്കാം. ഞാനിപ്പോ ഇവിടെ 2 എടുക്കുന്നത്. 2, 1, 1.5, 3-നപ്പുറം പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 2 ഇഞ്ച് വരെ നമുക്ക് ഈ പട്ട എടുക്കാം. 2 ഇഞ്ച് നമ്മൾ പട്ട എടുക്കണമെങ്കിൽ തന്നെ 5 ഇഞ്ച് വീതിയിൽ നമ്മള് പട്ടയുടെ വീതി 5 ഇഞ്ച് ഉണ്ടാവണം. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഈ 2 ഇഞ്ച് ഉണ്ടല്ലോ, ഇവിടെ ഒരു 2 ഇഞ്ച് വരും. ഫുൾ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 38 ആണ്. ഫുൾ ലെങ്ത് വേണ്ടത് നമുക്ക് 38 ആണ്. അതായത് ഈ പട്ടയും കൂടെ കൂട്ടി നമുക്ക് ഇവിടത്തോളം വരുന്ന നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 38 ആണ്. 38ന്ന് ഈ 2 മൈനസ് ചെയ്യാം. 2 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 36 37 38 വന്നില്ലേ? ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഇവിടെ 36ഉം ഇവിടെ 2 ഇഞ്ചും, അപ്പൊ 38 ആയി. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു സീം അലവൻസ് വരും. ഇവിടെ ഒരു 1/2 ഇഞ്ചും ഇവിടെ ഒരു 1/2 ഇഞ്ചും കൂടെ വരും. അതായത് നമ്മൾ കൂട്ടി തയ്ക്കാനായിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യണമല്ലോ. അതായത് ഈ ഒരു പീസും ഇങ്ങനെ വരുന്ന ഈ ഒരു പീസും ഇത് തമ്മിൽ കൂട്ടി ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് വരും. ഇവിടെ താഴെ മടക്കി തയ്ക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് വരും. അപ്പോൾ ഈ 36 ആണ്
ഈ രണ്ട് കുറച്ചാൽ നമുക്കിവിടെ 36 ആണ് വരുന്നത്. അതിന്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യാം. ഇവിടെ 2 ഇഞ്ചിന്റെ കൂടെ ഞാൻ ഇവിടെ പറഞ്ഞു പട്ട നമ്മൾ വീതി 5 വേണം എന്ന്, അതായത് അത് സീമും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് 5 വേണം എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ വീതി ഇവിടെ 2, മറ്റേ വശം നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഇവിടെ 2, 4, പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് 5 ഇഞ്ച് വീതിയിൽ ഇത് മുറിക്കുക. ഇതിന് 5 ഇഞ്ച് മതിയാവും. ഇതിന്റെ കൂട്ടണ്ട നമ്മൾ ഈ ഒരു പാർട്ടിന് 36 നമ്മൾ ഫുൾ ലെങ്ത് മതിയെങ്കിലും അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. ഇവിടെ തയ്യൽ തുമ്പിനും താഴത്തെ തയ്യൽ തുമ്പിനും മേളില് ജോയിൻ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് 1 ഇഞ്ച് കൂട്ടുക. അപ്പൊ 37 ഇഞ്ചില് ലെങ്തിൽ ഇത് മുറിക്കുക. പിന്നെ ഇവിടെ 2 ഇഞ്ചിനുള്ള പട്ട 2 ഇഞ്ചില് 2 ഇഞ്ച് വീതി ഉണ്ടാവണം. 2 ഇഞ്ച് വീതി വേണമെങ്കിൽ 5 ഇഞ്ചിൽ അത് മുറിക്കണം. ഓക്കെ, അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാൽക്കുലേഷൻ.